മാലതി ലിസ്റ്റിലുള്ളതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അയച്ചായിരുന്നോ? ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബ്, മാലതി ബി വിംഗ്, ഈസ്റ്റ് ന്യൂട്ടൺ സർക്കിൾ, IIT ക്യാമ്പസ്, അടയാർ. ഇമ്രാൻ, മാലതിയുടെ ഫോൺ നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? മാലതി എവിടെയാ ഉള്ളത് ഇമ്രാൻ? ഹലോ, നീ എന്തിനാ ഇപ്പൊ അഡ്രസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? I will catch you this time. You If you hate India, if you have the guts to come and fight the Indian army, don't go out of killing innocent people like a coward. Arvind is going to kill you. You can't escape from Bodhi Dharman. Imran! Imran! എന്ത് പറ്റി ഇമ്രാൻ? ഇമ്രാൻ! Imran! 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 What happened? Imran! എന്താ ശുഭേ? എന്തിനാ കരയുന്നേ? ശുഭേ, we need to go. ഇനി ഈ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അയാൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഇതാണ് അവസാനത്തെ ദിവസം. ജീവനെ പേടിച്ച് ഓടാൻ പറയുകയാണോ? അല്ല ശുഭ, നമ്മുടെ ജീവനക്കാരും അരവിന്ദന്റെ ജീവനാണ് പ്രധാനം. ബോധിധർമ്മന്റെ DNA പ്രധാനമാണ്. നമ്മൾ ചെയ്തില്ലെങ്കിലും ഒരു 50 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഈ ഗവേഷണം ചെയ്യും. പക്ഷെ അതിന് അരവിന്ദ് ഉണ്ടാകണം. എന്നാ അരവിന്ദനെ നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകുക? അവന്റെ ദേഹത്ത് വെയിൽ കൊള്ളാൻ പാടില്ല. നമ്മളെല്ലാവരും മരിച്ചാലും അരവിന്ദ് മരിക്കാൻ പാടില്ല. വാ. വേഗം കവർ ചെയ്യൂ. We have to check it twice. വളരെ സൂക്ഷിച്ച് കവർ ചെയ്യൂ. ശുഭ, ശുഭ, ഡോങ്ലി വന്നു കഴിഞ്ഞു.
The number of deaths due to mysterious disease has reduced considerably. This is seen as miracle in the fact that the treatment discovered by circus player Aravind, the man behind this miracle, is here with us today. You say that we have lost ancient ways of life and culture and time. But how do you believe that they would help modern society? കാണാതെ പോയ ഒരു കുട്ടിക്ക് അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, തന്റെ വീട് എവിടെയാണെന്ന് അറിയുന്നത് എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് നമ്മുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ചരിത്രം മറക്കുന്നതുകൊണ്ടാണ് സംസ്കാരം നഷ്ടമാകുന്നത്. നമ്മുടെ ധീരതയും പെരുമയും നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി നമ്മളെ ഭരിച്ച എല്ലാവരും മനഃപൂർവ്വം അത് മറച്ചുവെച്ചു. മതം മാറ്റം, ജാതി മാറ്റം, മൊഴിമാറ്റം എന്ന് സംസ്കാരം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ചില ആചാരങ്ങൾ വെച്ച് പഴയ വസ്തുക്കൾ എരിച്ചു കളയുന്ന കൂട്ടത്തിൽ നിധി പോലെ സൂക്ഷിച്ച ഓല ഗ്രന്ഥങ്ങളും കത്തിയെരിഞ്ഞു. അതിനേക്കാളേറെ നമ്മുടെ ചരിത്രങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, ആയിരക്കണക്കിന് അപൂർവ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ശ്രീലങ്ക ജാഫ്ന ലൈബ്രറി മുഴുവനും എരിച്ച് ചാമ്പലാക്കി കളഞ്ഞു. നമ്മുടെ ചരിത്രമെല്ലാം മനസ്സിലാക്കിയിട്ട് അതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. മഞ്ഞൾ അരച്ച് തേക്കുന്നതും വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ആചാരമാക്കരുത്, അത് സയൻസ് ആണെന്ന് പഠിപ്പിക്കണം, അത് ആന്റിബയോട്ടിക് ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് മഞ്ഞൾ വിളയാത്ത നാട്ടിൽ അവരതിനെക്കുറിച്ച് പഠിച്ച് പേറ്റന്റ് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. വീട്ടിൽ അണുബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഉമ്മറത്ത് ചാണകം തളിച്ച് കോലമിടുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മുടെ പല സംസ്കാരങ്ങളും നഷ്ടപ്പെടുന്നത്. വീടിനടുത്തുള്ള വേപ്പുമരം, മുറ്റത്തുള്ള തുളസിച്ചെടി, ഇതൊക്കെ ഔഷധമാണെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്താൽ ലോകത്തിന്റെ വെളിച്ചം ഭാരതീയ സംസ്കാരമാണെന്ന് അവർ വിളിച്ചു പറയും. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം ആകാംക്ഷയോടെ നോക്കി അവരുടെ പിറകെ പായുന്നത്. അതുമാത്രമല്ല, എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞ് അയക്കുന്ന തുണിയുടെയും ഫ്രൂട്ട്സിന്റെയും കൂടെ നമ്മുടെ നാട്ടിലെ വിജ്ഞാനികളെയും വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. നമ്മൾ മറന്നത് ബോധിധർമ്മനെ മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ആയിരം മഹാന്മാരും യോഗികളും ജീവിച്ച മണ്ണാണിത്. അവരെല്ലാവരും നിങ്ങളുടെ DNA-യിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിരയിലോടുന്ന രക്തത്തിലും അവരുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരാൻ പരീക്ഷണമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം മതിയാകും.